ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. കാരണം അവർക്ക് ആശ്വാസമേകാൻ കഴിയുന്നത് സാന്നിധ്യത്തിലൂടെ, അല്ലെങ്കിൽ കഴിയുന്ന വാക്കുകളിലൂടെ ആശ്വാസമേകാൻ കഴിയുന്നത് അമ്മയ്ക്കാണ്. അതുകൊണ്ട് അവർ അമ്മയ്ക്കായി കാത്തിരിക്കേണ്ടത് 1:30 മണിയോടുകൂടി അമ്മ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവിടെ ഇപ്പോൾ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇത് വീടിന് പുറകുവശത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അപ്പോൾ ഈ കാത്തിരിപ്പാണ്, കാരണം കാത്തിരിപ്പാണ് ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളിലേക്കും ഈ കുടുംബത്തെ കൊണ്ടുപോയത്. ഈ ഒരു അതായത് നല്ലൊരു കാലം വരും എന്ന കാത്തിരിപ്പിൻ്റെ ഭാഗമായാണ്, നല്ലൊരു കാലം പടുത്തുയർത്തണമെന്ന വലിയൊരു സ്വപ്നത്തിൻ്റെ ഭാഗമായാണ് അമ്മ വിദേശത്തേക്ക് പോയത്. എന്നാൽ 3 മാസത്തിനപ്പുറം ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വരുന്നു. അങ്ങനെ മടങ്ങി വരുമ്പോൾ ഹൃദയം, മനസ്സ് മുറിപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രം വേദനയോടുകൂടിയാണ് ആ കാത്തിരിപ്പ്, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം മതിയാക്കി അമ്മ മടങ്ങി വരുന്നത്. മടങ്ങി എത്തുമ്പോൾ ഇപ്പോൾ ആശ്വാസമായി ഇളയ മകനൊപ്പമുണ്ട്. ഇളയ മകനോട് അമ്മ സംസാരിച്ചതൊക്കെ, ഈ കാര്യം അറിഞ്ഞതിന് ശേഷം സംസാരിച്ചതൊക്കെ ആ മകൻ തന്നെ പറഞ്ഞിരുന്നു. അപ്പോഴും ഈ തിരികെ എത്തുമ്പോൾ ആരാണോ ഇവിടെ നിന്ന് കൈകാട്ടി പുഞ്ചിരിയോടുകൂടി അമ്മയെ പറഞ്ഞയച്ചത്, അമ്മ തിരികെ വരും, അല്ലെങ്കിൽ അമ്മ വിദേശത്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ടീച്ചറോടൊക്കെ ഈ 1 മാസത്തിനിടയിൽ തന്നെ മിഥുൻ പറയുന്നുണ്ട്. മിഥുൻ പറയുമ്പോൾ അമ്മ പുറത്ത് ജോലി ചെയ്യാൻ പോയിരിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പോയിരിക്കുകയാണ്, അമ്മ തിരിച്ചു വരും, അമ്മ മടങ്ങി വരുമ്പോൾ അതൊരു നല്ല കാലമായിരിക്കുമെന്നൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല കാലം സ്വപ്നം കാണുന്നത് കൊണ്ട് തന്നെയാണ് മിഥുന് ഇത്തരത്തിൽ NCCയിൽ ചേരണം, അതിനും അപ്പുറത്തേക്ക് ഭാവി എങ്ങനെയാകണം, അത് പട്ടാളത്തിലായിരിക്കണം എന്നൊക്കെ ചിന്തിക്കാനൊക്കെ കഴിയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴും ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വലിയ ആഴത്തിലുള്ളൊരു മനസ്സിലാക്കൽ, 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണെന്ന് നമ്മൾ ഓർക്കണം, ആഴത്തിലത് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അനിയനോട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ, ഒപ്പം ബന്ധുക്കളോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി ആ വരികളില്ല, ഇനി ആ കാര്യങ്ങളില്ല, ഇനി ഓർമ്മകൾ മാത്രമാണ്, സ്മരണകൾ മാത്രമാണ്. ഒരു പക്ഷേ ഇത്തരത്തിൽ കുടുംബത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന മൂല്യം ആർക്കൊക്കെയോ പകർന്നു നൽകിയിട്ടുണ്ട് മിഥുൻ. ആ മൂല്യത്തിലൂടെ കടന്നു പോകാൻ സാധിക്കട്ടെ. ആ ദൃശ്യങ്ങളിൽ കാണാം, വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് ആ കാലത്ത് 10-25 വർഷം മുൻപ് അന്ന് SSLC പാസ്സാവുക എന്നാൽ ഇപ്പോൾ ഫുൾ A+ എന്ന കാലമൊന്നും അല്ലല്ലോ. ഒട്ടേറെ പേർ തോറ്റുപോകും. വളരെ മികവാർന്ന വിജയം കാഴ്ചവെക്കാൻ കഴിയുന്നത് വളരെ സംവിധാനമുള്ള സൗകര്യമുള്ള ആളുകൾക്കായിരിക്കും സാധാരണ നിലയിൽ. അല്ലാതെയും മറ്റു പലരുമുണ്ട്. മനു അന്ന് 10ാം ക്ലാസ് പാസ്സായതാണ്, പക്ഷെ തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി മാറുകയായിരുന്നു. തൻ്റെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു.